ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു നാടൻ കാത്തും കൂവിയും ഉണക്കച്ചെമ്മീനും കൂട്ട് വരകിയതാണ്. ഇത് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു വരകിയതാണിത്. ഇത് പണ്ട് മുതലേ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു വേണ്ടി ഞാൻ ഇവിടെ 1/2 കിലോ കാത്ത് എടുത്തിട്ടുണ്ട്. കാത്ത് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. കഴുകിയാലും ഇതേ കളറാണ് ഉണ്ടാവുക, പെട്ടെന്ന് മാറും കാത്ത്. കൂവ തൊലിയെല്ലാം കളഞ്ഞ് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണിത്. ഒരു 1/4 കപ്പ് ചെമ്മീൻ, ഉണക്കച്ചെമ്മീൻ തലയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതും കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഞാൻ ഇവിടെ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അതിന് കൂവ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കാത്തിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂവ സെപ്പറേറ്റ് വേവിച്ചെടുക്കുകയും ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു വരകിയതാണിത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സാക്കിയതിന് ശേഷം ഇത് അടച്ച് വെച്ച് ഒരു 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. മീഡിയം തീയിൽ വെച്ച് 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. മൂന്ന് വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പ്രഷറെല്ലാം നന്നായി പോയിട്ടുണ്ട്. ഇനി വെന്തോ നോക്കാൻ വേണ്ടി ഇത് ഉടച്ച് നോക്കാം. ഇനി നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. ഒരു സ്പൂൺ വെച്ച് ഒന്ന് ഉടച്ചെടുക്കാം. എല്ലാം വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഉടച്ചെടുക്കണം. ഫുള്ളായിട്ട് ഉടച്ചെടുക്കണം. കൂവ ഒന്ന് ചെറുതായി ഒന്ന് കടിക്കാൻ വെക്കണം. ഇനി മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റിയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം, പെരുംജീരകം. ഇനി ഇതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. 4-5 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇതിലേക്ക് പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഇവിടെ പച്ചമുളകും ചേർക്കുന്നില്ല. അരക്കുമ്പോൾ തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് അരച്ചതിന് ശേഷം ഉടച്ച് വെച്ച കാത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം തീ ഓൺ ചെയ്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് നന്നായി ഒന്ന് മിക്സായാൽ മതി. കൂവ ഒന്ന് ചെറുതായി ഒന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണിത്. ഒരുപാട് കൂവ ഉടയേണ്ട ആവശ്യമില്ല. എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് അരച്ചൊഴിക്കാം. ഞാൻ എരിവും ഇടുന്നില്ല. ഇതിലേക്ക് ഇനി കറിവേപ്പില മാത്രമേ ഇടുന്നുള്ളൂ. എണ്ണ ഒന്നും ഒഴിക്കുന്നില്ല. നല്ല ഹെൽത്തിയായ വരകിയാണിത്. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് ഒന്ന് മിക്സാക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായ വരകിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റുമാണിത്. ഒരു നാടൻ വരകിയതാണിത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തൊക്കെ ഇഷ്ടമായാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു റെസിപ്പീസുമായി വരുന്നവരെ ബായ്.